കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അൻഷാദ, പെരുമ്പാവൂർ സ്വദേശി പ്രവീൺ, തിരുവനന്തപുരം സ്വദേശി മനു ഇവരാണ് വാളയാർ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ. ഇവരുടെ തലവൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത്തും. ഇത്രയും ദൂരം നിന്ന് വാളയാറിൽ വരെ കഷ്ടപ്പെട്ട് വന്ന് ജോലി ചെയ്യുന്ന സാറുമാർക്ക് ഇന്നലെ രാത്രി വിജിലൻസുകാർ പണി കൊടുത്തു. 2 മണിക്കൂർ ഇവരുടെ കളക്ഷൻ വിജിലൻസ് അങ്ങ് എടുത്തു. കിട്ടിയത് 90,650 രൂപ. 2 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ ഒരു രാത്രി വെളുപ്പിക്കുമ്പോൾ ഇവർ എത്ര വാങ്ങും? എല്ലാം വാങ്ങുന്നത് അയ്യപ്പന്റെ പേരിലാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ വാളയാർ ഇൻ, ഗോപാലപുരം, ഗോവിന്ദാപുരം, മീനാക്ഷിപുരം, വാളയാർ ഔട്ട് എന്നീ ചെക്ക് പോസ്റ്റുകളിൽ രാത്രി മിന്നൽ പരിശോധന 2 മണിക്കൂർ നീണ്ടു. 1.5 ലക്ഷം രൂപയാണ് ഈ ചെക്ക് പോസ്റ്റുകൾ എല്ലാം കൂടി കിട്ടിയത്. ശബരിമല യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്. പതിവുപടി വേറെ ഉണ്ടാകുമല്ലോ. നാട്ടുകാരുടെ പണം ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് വാളയാർ വരെ വന്ന് ജോലി ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ഒരു മടിയുമില്ല. വാളയാറിൽ കിട്ടണേ എന്നാണ് ഇവരുടെ എല്ലാ ആഗ്രഹവും. നാട് മുഴുവനും ക്യാമറ വെച്ചതും പോരാഞ്ഞിട്ട് ഗതാഗത നിയമലംഘനത്തെ കുറിച്ച് ഇവർ എടുക്കുന്ന ക്ലാസ് കേട്ടാലോ കോരിത്തരിച്ചു പോകും. അന്തസ്സുണ്ടെങ്കിൽ മിസ്റ്റർ ഗതാഗത വകുപ്പ് മന്ത്രി ഇവർക്കെതിരെ നടപടിയെടുക്കണം. അല്ലാതെ കണസ വർത്തമാനം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല. മന്ത്രി 2 മണിക്കൂർ കൊണ്ടാണ് ഇവർക്കിത് കിട്ടിയത്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ ചെയ്യ്.